എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വണ്ടി ടാറ്റ നാനോയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആയിരുന്നു. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം, എൻജിൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ആകും. അതായത് ഒരു സിലിണ്ടർ വർക്കിംഗ് ഇല്ല. അപ്പോൾ ഇത് ഒന്ന്, ഇത് രണ്ടാമത്തെ സിലിണ്ടർ ആയിരുന്നു വർക്കിംഗ് ഇല്ലാത്തത്. പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരുപാട് പ്ലഗ് അഴിച്ച് നോക്കി. ഈ കേബിള്, ഇതിലുണ്ടായിരുന്ന കേബിള് നല്ല കേബിളായിരുന്നു. എന്നാലും ഞാനൊരു പുതിയ കേബിൾ വാങ്ങിച്ചിട്ടു. 450 രൂപയേ ഉള്ളൂ രണ്ടെണ്ണത്തിനും കൂടി. ഇത് ഒറിജിനലല്ല, ഇതിൻ്റെ വേറൊരു മോഡലായിട്ട് വരുന്നതാണ്, ജനറിക് മോഡലായിട്ട് വരുന്നതാണ്. ഒറിജിനലിന് കുറച്ച് വില കൂടുതലാണ്. നമ്മൾക്ക് ഇതിനൊക്കെ ഏകദേശം ഒരു 5 വർഷം സുഖമായിട്ട് ഓടാമെന്നാണ് ഈ കേബിളിൽ പറഞ്ഞത്. നമ്മൾക്ക് ഇത് തന്നെ മാറ്റിയാൽ മതി, അധികം പൈസയൊന്നും മുടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കേബിൾ പോയതാണെന്ന് അറിയാൻ വേണ്ടി ഈ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നോക്കി. അന്നേരം ഈ സിലിണ്ടർ കേബിളിനൊന്നും പ്രശ്നമില്ല. അങ്ങനെയാണ് കേബിൾ പോയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഓരോ കേബിൾ ഊരി വിട്ട് നോക്കി. ഇതൊരെണ്ണം ഊരി വിട്ട് നോക്കി. അപ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ സിലിണ്ടറായിരുന്നു പോയിട്ടുണ്ടെന്ന് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ലാസ്റ്റാണ് ഇതിൻ്റെ ഇഗ്നീഷ്യൻ കോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇഗ്നീഷ്യൻ കോയിൽ പോയിട്ടുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇത് നല്ല കോണ്ടാക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. ഈ കേബിളൊക്കെ നല്ലതായിരുന്നു. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടു. അതിൽ പലരും പറയുന്നുണ്ട് ഇതാ നമ്മുടെ ECU പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാകെപ്പാടെ പേടിച്ചു പോയി. ECUവിനൊക്കെ നല്ല വിലയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊന്ന് ഞാൻ അഴിച്ച് നോക്കിയത്. അഴിക്കാതെ തന്നെ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അഴിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇതിൻ്റെ ഉൾവശം കണ്ടോ, ഇതിൻ്റെ ഉൾവശത്തുനിന്ന് കോണ്ടാക്റ്റ് വരുന്നില്ല. ഇത് കുറച്ച് തുരുമ്പൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സിലിക്കോൺ ഗ്രീസ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഈ കേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് കോണ്ടാക്റ്റ് കിട്ടാതായിപ്പോയി എന്തോ കാരണത്താൽ. ഇതിൻ്റെ ഉള്ളിലൊരു റിവറ്റ് പോലെ, ഇതാണ് നല്ലത്, ഇതിൻ്റെ അകത്തൊരു റിവറ്റ് പോലെ കാണാം. അത് ഇതിൻ്റെ അകത്തുനിന്ന് ദ്രവിച്ച് പോയി. അങ്ങനെ ഇത് വാങ്ങിക്കാനുള്ള പരിപാടി നോക്കി. ഇത് വാങ്ങിക്കാൻ ഇതിൻ്റെ കോയിലൊക്കെ നല്ലതാണ്, ഇതിന് പ്രശ്നമൊന്നുമില്ല, കോയിലൊക്കെ നല്ലതാണ്. ഈ ഒരു സെക്ഷൻ വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് സപ്ലൈ കിട്ടുന്നില്ല ഇതിന്. അപ്പോൾ ഇതിൻ്റെ വില നോക്കിയപ്പം ഇതിന് ഏകദേശം ഒരു 1400 1500 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ഇത് ബോഷിൻ്റെയാണ്, ഇത് ഒറിജിനൽ സാധനമാണ്, ബോഷിൻ്റെയാണ് ഈ അങ്ങനെ ഇതിൻ്റെ ജനറിക് മോഡൽ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 700 രൂപ 650 രൂപയൊക്കെ കടയിൽ കിട്ടും. പിന്നെ ഞാൻ നേരെ വണ്ടി പൊളിക്കുന്ന സ്ഥലത്തോട്ട് വിട്ടു. വണ്ടി പൊളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു 300 രൂപയെ കൊടുത്തുള്ളൂ. 300 അവർക്കും ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അവർ ഇതിൻ്റെ ഓൺലൈൻ വിലയൊക്കെ എത്രയെന്ന് നോക്കിയപ്പം അത്രയും 1500 രൂപ വിലയുണ്ടെന്ന് അവർ കുറച്ച് ഇപ്പോൾ എന്നോട് പറയുകയാണ്. അങ്ങനെ ഞാൻ ടാറ്റ നാനോ അല്ലേ, ഇതൊക്കെ പൊളിക്കാൻ കിടക്കുന്ന വണ്ടിയല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് 300 രൂപയേ ഉള്ളൂ. 300 രൂപ കൊടുത്തിട്ട് ഈ ഒരു സാധനം മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇഗ്നിഷൻ കോയിൽ ഇത് പുതിയത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഇപ്പം നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചില വർക്ക്ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ സകല സാധനവും അവർ മാറ്റിയൊക്കെ നോക്കും. ലാസ്റ്റ് എല്ലാത്തിൻ്റെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ കേബിൾ മാറ്റേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള കേബിളാണ്, വഴിയിലൊന്നും കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് മാറ്റിയതാണ്. 450 രൂപയെ വിലയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും ഞാനങ്ങ് മാറ്റി വിട്ടതാണ്. അപ്പോൾ ഇതാണ് അവരുടെ പ്രത്യേക മാർക്കിംഗ് ആണ്. പുള്ളി അവിടുന്ന് ഒരു പെയിൻറ്റ് പെന്നെടുത്തിട്ട് എഴുതി തന്നതാണ്. ഇത് വർക്കിംഗ് ഇല്ലെങ്കിലും തിരിച്ചു കൊണ്ട് കൊടുക്കുക, അവർ വേറെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെ ഇഗ്നിഷൻ കോയിൽ ഒരിക്കലും ഇതിൻ്റെ കോയിലൊന്നും കട്ടായി പോകത്തില്ല ഒരിക്കലും. ഇത് ഞാൻ പോയെന്ന് വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്താണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു റിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സംഭവം ദ്രവിച്ച് പോയതാണ് കാരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് വരണം. ഇഗ്നിഷൻ കോയിലിൻ്റെ സ്പാർക്ക് വരാൻ വേണ്ടി ഞാനിതൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. സ്പാർക്ക് നമ്മൾക്ക് ഇത് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വെക്കുമ്പം ആ സമയത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് വർക്കാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പ്ലഗിലോട്ട് കൊടുക്കുമ്പോൾ, ലോഡ് എടുക്കുമ്പോൾ അത് വർക്കാകുന്നില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഇത് അഴിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നാനോ ഒക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.